ഒരു നാടകം, ഒരു മൂവ്മെന്റിനുള്ള നിലയ്ക്ക് ഇ വെസ്ലർ തുടങ്ങി വെക്കുന്നത്. അതിന്റെ പേര് വജൈന മോണോലോഗ്സ് ആണ്. ഏതാണ്ട് അതേ സമയത്താണ് മലയാള സിനിമ ഒരുപാട് ക്രൈസിസിന് നടുവിലിരിക്കുന്നതിനിടയ്ക്ക് ഇപ്പൊ നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാവുന്ന പോലെ മലയാള സിനിമയെ പിടിച്ചു നിർത്താൻ പ്രാപ്തയായിട്ടുള്ള ഒരാളാണ്, ഒരു ഹീറോയിനാണ്. സംബഡി ഹു ഡെൽറ്റ് വിത്ത് അഡൾട്ട് കണ്ടന്റ്. നമ്മളോടൊപ്പം നമ്മളുടെ വേദി പങ്കിടാൻ കോഴിക്കോട് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ഇതിനു മുമ്പ് കുറച്ച് മര്യാദകൾ അവരോട് കാണിച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഈ വേദിയിൽ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് കോഴിക്കോട്ടുകാരി എന്ന നിലയിൽ എൻ്റെ ഒരു ആശ്വാസം. ഞാൻ ഇതിനു മുമ്പ് കൃത്യമായിട്ട് ഷക്കീല സിനിമകൾ വാച്ച് ചെയ്യുകയും അവരുടെ ഇന്റർവ്യൂ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ നിലയ്ക്കും അഭിമാനം തോന്നുന്ന വിധത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സണായിട്ടാണ് എനിക്ക് ഷക്കീലയെ തോന്നിയിട്ടുള്ളത്. പ്രായം കൊണ്ട് എന്നെക്കാളും ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. എല്ലാവരും ഷക്കീലാമ്മ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ആ ഒരു അമ്മ എന്ന് പറയുന്നതിനെ ഇങ്ങനെ എപ്പിറ്റമൈസ് ചെയ്ത് പോകുന്ന പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ആദരവോടെ എല്ലാവരും ഷക്കീലാമ്മ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ആ ഫ്രീഡം എടുക്കുന്നത് ബിക്കോസ് യു ആർ യങ് ആക്ച്വലി. മലയാളം അറിയാം, മലയാളത്തിൽ സംസാരിക്കും, പക്ഷേ തമിഴിൽ സംസാരിച്ചാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. തമിഴിലോ ഇംഗ്ലീഷിലോ മലയാളവും കുഴപ്പമില്ലാതെ പറയും, കേട്ടാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു. നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് 2-3 ഏരിയ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ എന്ന് വെച്ചിരുന്നത്. ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ഓരോ നടികളെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ചെയ്യാറുള്ളത്. മുമ്പ് അഭിനയിച്ചു പോയ അവർക്ക് താല്പര്യമുള്ള നടികളെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് അവർ ആക്ട് ചെയ്യാറുള്ളത്. എക്സെപ്റ്റ് അവരുടെ ഇന്റിമേറ്റ് സീനുകൾ നമ്മളുടെ നടികളാരും അവർക്ക് ഉള്ളിൽ ഇമേജ് ആയിട്ട് വരാറില്ല എന്ന് പറഞ്ഞു. എസ്പെഷ്യലി നമ്മൾ ഇ വെസ്ലറിന്റെ വജൈന മോണോലോഗ് പറയുമ്പം, നമ്മളുടെ കാമസൂത്രകളെ പറ്റി പറയുമ്പം ഏറ്റവും സൈലന്റ് ആയിരിക്കുന്ന ഒരു ഏരിയ എന്താണ്, വാട്ട് മേക്സ് എ വുമൻ ഹാപ്പി എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ദ സൈലൻസസ് ഓഫ് ദീസ് കാമസൂത്ര ആണ്. അതിനെ പറ്റിയൊക്കെ ആധികാരികമായിട്ട് പറയാൻ ശ്രീമതി ഷക്കീലയ്ക്ക് പറ്റും എന്നുള്ളത് കൊണ്ട് വേദി ഷക്കീലയ്ക്ക് വിട്ടുകൊടുക്കുന്നു. എന്തിനെ പറ്റിയും ചോദിക്കാം എന്ന് പറയുന്ന ഓപ്പൺനെസ് കാണിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഷക്കീലയെ ക്ഷണിക്കുന്നു. വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ഐ തിങ്ക് ലെറ്റ്സ് സേ ഓർഗാസം. ഷി ഹാസ് ബീൻ ഫേക്കിംഗ് ഓർഗാസം ഓൾ ദ വൈ. സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഷക്കീലയുടെ ഇന്റർവ്യൂകളിൽ പൊതുവെ ചോദിക്കാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ ഈ വേദിയിൽ പറയാം എന്ന ഒരു ധാരണയിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ വിഷയം തന്നെ അത് വെച്ച് തുടങ്ങാം എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഷക്കീല അത്തരം വേഷങ്ങൾ, അത്തരം മുഹൂർത്തങ്ങൾ അഭിനയിക്കാറുള്ളത്? ദാറ്റ്സ് വൺ ഏരിയ. 2, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചു നോക്കിയിട്ടുണ്ട്. മിക്ക സ്ത്രീകൾക്കും ക്യാമറയെ പറ്റി, ടെക്നോളജിയെ പറ്റി ഒന്നും വലിയ ധാരണ ഉണ്ടാവാറില്ല. ഷക്കീല ഇന്ന് ഷീ സോ വെൽ സ്പോക്ക് അബൌട്ട് ദ ക്യാമറ ആംഗിൾസ്. അവർ പറയുന്നുണ്ടായിരുന്നു അവരെ പോർട്രേറ്റ് ചെയ്യുന്ന ക്യാമറ ആംഗിളിനെ പറ്റി അവർ അവെയർ ആണ്. എന്നോട് പങ്കുവച്ച കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ആയിട്ടും ഷക്കീല പങ്കുവെക്കും. സോ ഓവർ ടു യു ഷക്കീല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം and good evening. I really want to say one thing first. High-tech mall alle sana ഒരു ഹൈടെക് ഇവിടെ ഒരു മോളുണ്ട്, ഹൈലൈറ്റ്. അവിടെ ഞാൻ ഒരു ഒമർ ലുലുവിൻ്റെ ഫിലിംക്ക് വേണ്ടി ഒരു ലോഞ്ചിന് വേണ്ടി വന്നതാണ്. സോ ആ മാനേജർ അവിടെ എന്തൊക്കെയോ പറഞ്ഞ് ലൈക്ക് ഷക്കീല കനോട്ട് കം ബിക്കോസ് ക്രൗഡ് കൂടിപ്പോവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കാലിക്കറ്റ് വന്നപ്പോൾ ആ പ്രോഗ്രാം എന്നെ വിടാതെ ചെയ്തതാണ്. പക്ഷേ ഐ ഓൾവേസ് ബിലീവ് ഇൻ ഗോഡ്. ഇപ്പോൾ ഹൂ കെൻ സ്റ്റോപ്പ് മീ? This kind of a platform, it's not easy for everyone to get. Appo enna avada venaan sonnavanga, you are loving me and I love you. This is God.
So first of all, thank you KLF, thank you Didi for inviting me here, and please ask me any questions which my people, my children, my everyone there, because if it is not for Kerala industry, that is Malayalam industry, film industry, I will not be e recognition எனக்கு கிட்டி இருக்காது. So thank you again for Kerala for making me a star. Thank you. And I had already asked this question. It's about what we had spoken earlier. We were talking about, you said you would act and act orgasm, and then this is the kind of silence that normally the film industry and even literature as a whole, they try to hold back these things. So how do you, how could you actually express orgasm on screen? Had you gone through that? What would your comment be on all that? So I don't know how many women here who are married can say that I've actually had orgasm. I don't know. You'll not even say hi. Ooh, ah, no sound at all. Fine. Please don't be shy about it, because many women don't even know what is coming, what is their end, what is an orgasm. So for me, yes, I had orgasm and I enjoyed it. And if you come to acting, you normally take some, I have to do a scene, so I take an inspiration. Either when I have to cry, I cry like Manorama Achi. When I have to do like some funny roles, I think of Urvashi Chechi. And this I have not seen anywhere. So it's with my experience, I had to show a fake orgasm. So, and I thought that is called as acting. So normally in all my interviews, I will always say that, okay, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയോ? Try it. That made me Shakila Ale. So that's it. So industry, Malayalam, I mean cinema industry as a whole is very male dominant. ആണുങ്ങളുടെ അധികാരമാണ്, ക്യാപിറ്റൽ കൈയാളുന്നത് ആണുങ്ങളാണ്. So everything is dictated by men and their interests. But I've heard you could dictate your terms. എങ്ങനെയാണ് സിനിമയിലുള്ള റെമ്യൂണറേഷൻ തൊട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ വർക്ക് എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. How far is that true? Yes, in my case, അത് സത്യമാണ്. Because in my films, ഞാനാണ് ഹീറോ, ഞാനാണ് ഹീറോയിൻ, ഞാനാണ് കഥ. സോ ഇവിടെ ഞാൻ ഏത് പറഞ്ഞാലും അത് ആയിരിക്കണം, അതർവൈസ് ഞാൻ ഡേറ്റ് കൊടുക്കില്ല. പക്ഷെ it's not happened with everybody. I know many heroines take very less remuneration. അവർക്ക് അത് പുറത്ത് പറയാൻ പോലും നാണം. Oh, I'm taking only this much. In my case, I'm so happy to tell you, after Kinnara Thumbila എനിക്ക് 5 days 20,000 rupees ആയിരുന്നു remuneration. But that was a huge bloody hit. അതിനുശേഷം I think it's കാതറ ചെയ്യുമ്പോൾ per day, അത് 10 days ഷൂട്ടിംഗ് ആയിരുന്നു, per day 10,000 rupees. നെക്സ്റ്റ് തങ്കത്തോണി എണ്ണത്തോണി ഏതോ ഒരു ഫിലിം വന്നു. ഇപ്പം ഞാൻ പറഞ്ഞു 10 days ആഴപ്പുഴാലും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെന്നൈ പോകണം, ഇവിടുത്തെ ഫുഡ് സെറ്റ് ആവുന്നില്ല, എനിക്ക് ചെന്നൈ പോയിട്ട് 3 നാൾ നിന്നിട്ട് പിന്നെ റിട്ടേൺ വരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നമ്മ ഉദയ സ്റ്റുഡിയോസിലാണ് എൻ്റെ താമസം ഉണ്ടായിരുന്നു. ദെൻ I said okay 3 days. അവർ പറഞ്ഞു ഇല്ല പോവരുത്, പ്ലീസ് യു കംപ്ലീറ്റ് ദി ഷൂട്ടിംഗ് ആൻഡ് ഗോ. ദിസ് ഇസ് ഓൾ റിയൽ, ഓക്കെ? I'm not lying, I'm not doing, ചുമ്മാ உங்களுக்கு വേണ്ടി entertain ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, സത്യമാണ്. എനിക്ക് മണീൻ്റെ വാല്യൂ അറിയത്തില്ല, അപ്പോൾ എനിക്ക് സുത്തമായതും தெரியாது. സോ അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ എനിക്ക് 1 lakh കൊടുക്കണം. ഇപ്പോൾ ഐ എം ഹാപ്പി, എന്നോട് വാനിറ്റി ബോക്സ് മേക്കപ്പ് ബോക്സിൽ I have 1 lakh rupees 10,000 10 days. ഇപ്പോൾ ഇവിടെ അടുത്ത് 1 lakh ചോദിച്ചു, അവർ ഓക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താടാ നമുക്ക് വീട്ടിൽ പോകണം, ഇവരിത് ഓക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവർ 1 lakh കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ എനിക്ക് അവിടെ അടുത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവർ 3 days പറഞ്ഞല്ലേ.
അപ്പോൾ തേർഡ് ഡേ ഇത് കഴിഞ്ഞ ശേഷം ഫോർത്ത് ഡേ they gave me flight tickets. I was like, what? Flight tickets? Oh my God, that's nice. And then പോണ മുമ്പ് എക്സ്ട്രാ 2 lakhs കൊടുത്തു. അവർ വിചാരിച്ചു ഞാൻ ചോദിച്ചത് പെർ ഡേന് 1 lakh. So for 3 days എനിക്ക് കിട്ടിയത് 3 lakhs. I was like, അത്ര പൈസ ഞാൻ കണ്ടിട്ട് പോലുള്ളൂ എൻ്റെ കണ്ണ്. സോ എൻ്റെ വാനിറ്റി കേസിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് 4 lakhs 10,000 rupees ഞാൻ അതും ഇത് വാങ്ങി കഴിച്ച് ഗാലി. 3,90,000 rupees I am carrying in a flight. So ഇത് എൻ്റെ തേർഡ് ഫിലിം റെമ്യൂണറേഷൻ. അതിന് ശേഷം I took 3 to 4 lakhs per call sheet. And I worked 2 call sheet, at least 2 call sheet per day. So I am rich. ഈ ഒരു ഫിലിമിന് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് കുറേ ഫിലിംസിൽ അതേ ബിറ്റുകൾ യൂസ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. Have you ever felt that you have been exploited in Yes. any which way? Yes, too many, because എനിക്കപ്പോൾ മലയാളം ഇത്രയും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല. അവർ എന്താ പറഞ്ഞാലും എനിക്കറിയില്ല, ഡയലോഗ് അറിയില്ല. അതേ കോസ്റ്റ്യൂമിൽ എടുക്കും. നെക്സ്റ്റ് സംബന്ധമില്ലാതെ ഒരു സീൻ ചെയ്യാൻ പറയും, ഞാനത് ചെയ്യും. എനിക്കെന്താ അറിയില്ല, ലാംഗ്വേജ് അറിയില്ല. അറ്റ് ലാസ്റ്റ് ഇത് ഫിലിമിൽ 2 പേരിൽ വരും. ഇത് ഒരു കാമേശ്വരി, അതൊരു കാദംബരി. ഇത് എന്താണ് അത്? ഓ, ഇത് 2 ഫിലിമാണ്. അങ്ങനെ ആയിരുന്നു. അപ്പം എനിക്ക് വേദന തോന്നുന്നു. ഓക്കെ ഫൈൻ. പക്ഷേ ഞാൻ അതിന് ശേഷം എന്ത് ചെയ്ത, കേരളത്തിൽ വർക്ക് ചെയ്യില്ല, കം ടു ചെന്നൈ എന്ന് പറഞ്ഞു. കാരണം ഇപ്പം എന്നെ ഇവിടെ വിളിപ്പിച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് ഷൂട്ടിങ്, എൻ്റെ ഇഷ്ടത്തിനല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കം ടു ചെന്നൈ. ആൻഡ് അത് അങ്ങനെ അത് എനിക്ക് കുറേ നടന്നിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് അറൗണ്ട് 70-65 ചെക്സ് ബൗൺസ് ആയ ചെക്സ്. ബാഡ് എക്സ്പീരിയൻസ്. അതിന് ശേഷം ഞാൻ ചെക്സ് വാങ്ങുകയില്ല. കീപ് ക്യാഷ്, ദെൻ ഈറ്റ് ദോസ. നമ്മുടെ ടോപ്പിക് വിഷയം സദാചാരം ഒരു മിഥ്യയോ എന്നാണ്. മീനിങ് I would like to know what's your take on morality. Morality, what is your take on that? What's your opinion about morality? Oh, that's great. She said she doesn't know the meaning of morality. That by itself I think is a big statement. So somebody will have to explain to her now what is morality. Now that's a question that she wants to ask. So how do you explain morality? You know English, I know Tamil. So explain what is the meaning of, what is Sadacharam? Sadacharam, endadi adu Sadacharam? നിനക്കറിയില്ലേ? That explains it. സനാദിയ, ഇവർക്ക് ഒന്നും അറിയില്ല. Sadacharam I don't know what is Sadacharam. Explain me. Are moral policing. ഏതോ പോലീസ് അത് പറയൂ. somebody knows, please explain. വിഷയത്തിന്റെ ഗൗരവം ഞാൻ ലാസ്റ്റ് 15 minutes is when meant for the audience. ഓഡിയൻസിന് തരാം. ഓക്കെ. സോ ഈ ചെക്കുകൾ ബൗൺസ് ബാക്ക് ചെയ്തത് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോയിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വി വർ ടോക്കിംഗ് അബൌട്ട് ഹാവിങ് ഇന്റേണൽ കംപ്ലൈന്റ് സെൽ, അങ്ങനെ വല്ല സിസ്റ്റമും ഇൻഡസ്ട്രിക്കകത്ത് വേണം എന്ന് ഷക്കിലേക്ക് തോന്നുന്നുണ്ടോ? സോ ദാറ്റ് യു ക്യാൻ, if you have any complaints, you can go register within the production house itself. അങ്ങനെ വേണമെന്നുണ്ടോ? അതിനെ പറ്റി എന്താണ് അഭിപ്രായം? Actually it's nice what you said, ICL, internal complaint cell. Yeah, that is very nice. But സിനിമ ഇൻഡസ്ട്രിയിൽ അത് വെച്ചാ ആരെങ്കിലും പോയി അവിടെ ഒരു കംപ്ലൈന്റ് ചെയ്താ, ഡു യു തിങ്ക് അവർക്ക് നെക്സ്റ്റ് ക്യാരക്ടർ കിട്ടും? കിട്ടില്ല. Am I right?
you go and complain against something, after that നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുമോ? പറയൂ, നിങ്ങൾ തന്നെ ഞാൻ ചോദിക്കുന്നത്. No. അല്ലല്ലേ? So it's no use, particularly in cinema industry. Okay, and ഇതിന് ശേഷം, if not this, they now you are talking about Me Too. ഞാൻ ചോദിക്കുന്നത്, why do you have to degrade yourself like that person called me, this person raped me? Why? What is the use after the thing has happened? What is the use you complain about things? But the offender should be punished. Okay. How many of them are punished, as you know? What happened to Delhi, those rape cases, Hyderabad rape cases? What happened to them? They are literally given biryani and a drink and even grass and weed. They are eating, having a happy life, and they will come out and get married to someone, and still they will be doing the same. So why not we fight for them first? The girls already happened for, so will be punished. How? What is the law today? I don't understand. Why not? I always ask one question to everybody. I like all Gulf countries because you will be, if you are doing it. I say only because of you have that cut. This is not going to happen. Everybody are going to be scared of doing it anymore. I think that is the correct punishment. You give me one bada knife, I can make people stand and tuck, 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 tuck. All the girls will be safe. Oh, my word. So the rape punishment for rape is not severe enough. That's your. In India, it's not severe enough. No, So not there's at all. no point in complaining. Sorry? There's no point No in point in complaining. complaining. No point in complaining. And particularly for the cinema industry, it is no point, because if you are going to complain against the person, you are not going to be casted in any movie, and you will land up a pakka prostitute on the road, because somehow or the other that woman has so many commitments. Maybe she should feed her child or take care of her parents or whatever. So that is what will happen. So in cinema, I think I see it will not work. It will not work, but you feel it's good. We should have IC in the industry, but it's not going to be practical. Yeah, but I'll tell you something. You appoint me into that. Maybe. Because I don't have a family, I'm not scared. I'm scared of only the Almighty. Maybe you give me one power, you complain to me, I'll see to that something can be done. Okay? See, I've asked for a position in front of you all. Okay? You agree? Thank you. So while we were discussing earlier, you were talking about the camera angles, the way you have been portrayed. Now, we call it the male gaze, and while teaching films, we talk about the male gaze. So, can you just can you explain to the public about the way you have conceived about angles of the camera, one thing. Second is, എന്തുകൊണ്ടാണ്, why is that you haven't watched any of your films? എന്തുകൊണ്ടാണ് സ്വന്തം സിനിമകൾ ഷക്കീല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ് എന്ന് അറിയണമായിരുന്നു. 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ക്യാമറ ആംഗിളിനെ പറ്റി പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. 2, എന്തുകൊണ്ടാണ് സ്വന്തം സിനിമകൾ കാണാതിരിക്കുന്നത്? Is it that you don't want to revisit the films, or you don't have enough time to watch all the films? Well, I'll answer the second question first, because I actually didn't have time those days, but my films were mostly released in Kerala, and I'm happy now, because now me entering Kerala is much easier. Those times I had to have a protocol. You know, I was a VVIP, so I needed a protocol.
And imagine me going to a theater where my movie is releasing. What will happen? So I never took the risk. And yes, you know what? I know what is happening in my films. Like, now, first, I'll answer the first question. It's like, initially, even I didn't know the camera angles. They keep it here, right here. And the more you cover yourself and sit, but we know still something will be visible. Or they keep the camera here, where your cleavage will be visible. So I understood all this maybe after 15 films of mine. Okay. And then a huge mistake was in Kinara Tumbigal, as I actually didn't know when Gopu, തെറ്റ് ചെയ്യാത്തവരാരുമില്ലടാ ഗോപു. So Gopu had to apply soap for me. സത്യത്തിന് എനിക്കറിയില്ല ക്യാമറ ഇപ്പടി വെച്ചാ ഇത്ര എക്സ്പോസ് ആവും. And I really felt bad because that boy was only 16 years old. He's my kutti brother. And after that, I've learned, okay, these are the camera angles. Fine. I did a huge mistake there. Adana Seshamana, I started telling the cameraman, like, okay, fine, see, if it is a fantasy scene or a bedroom scene, it's like the boy should go from my head to toe, dying, and then toe to head, zoing, and I do the same, zoing, and whine, and one camera will be on the bed standing like this to show my expressions. That's what you said. Orgasm. I do it like that. It's just dubbing. Nobody knows that terms here. So I do that, and the boy is angle one. So these are the shots. So that after that, I lost interest in watching my films because somehow നിങ്ങൾ ഒരു കഥ പറയും, ആ കഥയുടെ ക്യാരക്ടേഴ്സ് ഒന്നും എടുക്കില്ല. 1 ഡേയുടെ ഷൂട്ടിംഗ് ഉണ്ടാവും, 3 സീൻസ്, ഒരു ബെഡ്റൂം സീൻ, ഒരു കുളി സീൻ. ഇതിൽ ഒരു ഫിലിമിൽ കാട്ടുന്നത് ഒരു കുളി സീനും ഒരു ബെഡ്റൂം സീനും മാത്രം. പിന്നെ എന്തിന് ഇത് എനിക്കറിയാമല്ലോ, പിന്നെ എന്തിനാ ഞാൻ എൻ്റെ ഫിലിംസ് കാണണം? ആൻഡ് I have a name, Shakila is a very clean person. Of course, ദിവസം ഞാൻ ഏതാണ്ട് ഒരു പോണ്ടിലെയോ ഒരു കുട്ടയിലെയോ ഒരു ഫൗണ്ടനിലെയോ കുളിയുടെ സീൻ ഉണ്ടാവും. സോ ഞാൻ ദിവസം കുളിക്കും. അതുകൊണ്ട് ഷക്കീല is a very clean person. ക്യാമറ ആംഗിളിനെ പറ്റിയൊക്കെ അവെയർ ആയിട്ടുള്ള എത്ര ആർട്ടിസ്റ്റ്, ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് എനിക്കറിയില്ല, കുറവായിരിക്കും. Now that you know about all the angles and stuff, അങ്ങനെ ഒരു ആലോചന ഉണ്ടോ? Are you planning to make a film, direct a movie or write a script where you said you would like to act other kind of character, you want to portray other kind of characters, but you have never had the chance to? ഈ കുളിയും ബെഡ്റൂമും അല്ലാതെ വേറെയും കാര്യങ്ങൾക്ക് കേപ്പബിൾ ആണ് എന്ന് ഷക്കീലയ്ക്ക് കാണിക്കാൻ do you want to write a Actually, no, I'm not that stupid to make a movie. Please, I'm an intelligent person. Why would I invest my money on a movie? And no direction. I can't do direction. That's a very, very tough job. And yes, ഈ കുളി സീനും ബെഡ്റൂം സീനും ചെയ്ത് 23 years, 24th year ഇത്. അതൊക്കെ മുറിഞ്ഞു പോയി. ഇനി എത്ര ദിവസം ഞാൻ കുളിച്ച് ഇവരൊക്കെ കാണാനാണ്? പാവം, വിടலாம், വേണ്ട. അതിലൊക്കെ എനിക്ക് എപ്പോൾ ഇൻട്രസ്റ്റ് പോയാ 2000 സ്റ്റോപ്പ് ചെയ്തതാ ഞാൻ ഈ കുളി സീനും ബെഡ്റൂം സീനും. അതിനുശേഷം എത്രയോ കുറെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഓഫേഴ്സ്. ഐ ഡോണ്ട് നോ വൈ സ്റ്റിൽ മലയാളം ഇൻഡസ്ട്രി ഇസ് സ്കേർഡ് ഓഫ് മീ. എന്നെ കണ്ട അവർക്ക് പേടിയാ. ഞാൻ നിങ്ങളെ കുറിച്ചില്ല പറയുന്നത്, ഇൻഡസ്ട്രീനെ കുറിച്ച്. കാരണം when an actress can do a scene or a shot like she's faking an orgasm, then what kind of an actress I am? Can you please defend? So I can do anything, isn't it? Eniki karayanumangil, I can do an act right now here and I can cry. I can make you people laugh. I can do anything. So I'm a good actress. I don't know, ഇപ്പൊ വരയ്ക്കും മലയാളം ഇൻഡസ്ട്രി ഡയറക്ടേഴ്സ്ക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. I think they want to see me as Shakila. But I want all the other people here
who have just come for me. At least this session is mine. So all of these eyes, all of these people here love me. Avarku vendi, I want to prove that yes, wow, Shakila Amma has done a beautiful work. Angana enakku oru film vedum. Inshallah. ഏതെങ്കിലും കൈൻഡ് ഓഫ് ക്യാരക്ടറിന് ഉള്ളിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് വുമൺ വുഡ് യു ലൈക്ക് ടു പോർട്രേ? സ്ട്രോങ് വുമൺ ആണ്, യു ആർ എ വെരി സ്ട്രോങ് വുമൺ. നേരത്തെ പറഞ്ഞ പോലെ ഷക്കീല സിനിമകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സ്ക്രീനിൽ ഒരിക്കലും ഷക്കീലെ നമ്മളൊരു വിക്റ്റിമായിട്ട് ഫീൽ ചെയ്യേയില്ല. യു വുഡ് ഓൾവേസ് ഫീൽ ദാറ്റ് ഷീ ഈസ് എ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ, വിച്ച് ഷീ ഈസ് ആക്ച്വലി. കാരണം ഷീ വാസ് ഓൺലി ബ്രെഡ് വിന്നർ ഓഫ് എ ഹോം, അത് അവർ പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഒരു വിക്ടിമൈസ്ഡ് ആയിട്ട് ഷക്കീലയുടെ പടങ്ങളിൽ ഷക്കീലെ കാണില്ലേ. സോ ഷക്കീലയ്ക്ക് എന്ത് തരം ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ആഗ്രഹം? ഡു യു വാണ്ട് ടു പോർട്രേ വിമൻ ഹു ആർ വെരി സെൽഫ് സാക്രിഫൈസിങ്, ഒരു വീട്ടിന് ഒതുങ്ങി നിന്ന് ഭയങ്കര അനുസരണയുള്ള ദ ഐഡിയൽ കൈൻഡ് ഓഫ് വുമൺ എന്ന് പറയുന്ന അത്തരം ക്യാരക്ടറാണോ, അതോ ഷക്കീല ജീവിതത്തിൽ ചെയ്ത പോലെ ഫൈറ്റ് ചെയ്തിട്ട് ജീവിതത്തിന്റെ എല്ലാ ഓഡ്സിനോടും ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് വുമൺ ആയിട്ടോ? That is my character. That is what Shakila is. I am fighting for myself. I am fighting for many other people in many other ways. So that is not the character I want to do. A character is anything which I should be, which I should play, which I am actually not. Ale, I am bold. I want to play something, you know, like I'm a scared person, or it's just a character. I want to do every character, any character I get. It's like, no, idudana njan particular ആയിട്ട് I'm not chosen. ഇപ്പോൾ ഉള്ള ഷക്കീലയുടെ ആക്ടിവിറ്റീസ് എന്താന്ന് എല്ലാവരും പറയുന്നുണ്ടാവും. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അങ്ങനെയാണ് ഷക്കീലയെ നിങ്ങൾ അഡ്രസ് ചെയ്തത്. കൈൻഡ് ഓഫ് സോഷ്യൽ ആക്ടിവിസം ദാറ്റ് ഷീ ഈസ് പാർട്ട് ഓഫ് നൗ. എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി വർക്കുമായിട്ട് അസോസിയേറ്റഡ് ആവുന്നത്? വാട്ട് ഈസ് യുവർ ഷെയർ ഓഫ് ആക്ച്വലി ഹൗ ഡു യു കോൺട്രിബ്യൂട്ട് ടു ദ കമ്മ്യൂണിറ്റി വർക്ക്? ഇപ്പൊ ഏത് നിലയ്ക്കാണ് ഷക്കീല ഐഡന്റിഫൈ ചെയ്യുന്നത്? ഐ നോ ദാറ്റ് you feel, as we spoke earlier, you said you have a oneness feeling with the transgender community. So how do you explain that? അത് എങ്ങനെയാണ്, നേരത്തെ ഉള്ളതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്ത് തരം ആക്ടിവിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഷക്കീല ഇപ്പൊ ചെയ്യുന്നത്? Okay, first of all, എനിക്ക് കള്ളം പറയാൻ വയ്യ. I cannot lie. ഞാൻ അവർക്ക് ഏത് സർവീസും ചെയ്തിട്ടില്ല. ഇതാണ് സത്യം. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ് ദം. എനിക്ക് അവരെ ഞാൻ മനസ്സിലാക്കി. ആൻഡ് ഐ നോ ദ പെയിൻ ദേ ആർ ഗോയിങ് ത്രൂ. അതൊരു സ്റ്റാർട്ടിങ് അവർ ഫാമിലിയിലെ റിജക്ഷനിലിരുന്ന് പിന്നെ അത് അവരുടെ ട്രാൻസ്ഫർമേഷൻ്റെ പെയിൻ, അതൊക്കെ എനിക്കറിയാം. സോ അത് അങ്ങനെയാണ്. ഇത് ഇനീഷ്യലി നിങ്ങളെപ്പോലെ തന്നെയാണ്. എനിക്കും ഇവരാരാന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം അത് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അല്ല, നമുക്ക് അവരെ സിസ്റ്റർ ആക്കാം. അപ്പം ഞാൻ അവരൊക്കെ കൊണ്ട് നടക്കും. എന്നെയോ അപ്പം എല്ലാവരും ടീസ് ചെയ്യാറൊക്കെ ഉണ്ട്. But then I thought, okay, fine. No, our humans, they deserve to live. You are nobody. You people are nobody to judge them or, you know, ningal justification avaronu choichidallo. Let them do their work. They deserve to live. അത് ആണ് എൻ്റെ അഭിപ്രായമായിരുന്നു. അതിനുശേഷം എൻ്റെ മമ്മി ഡെത്ത് ആയിപ്പോയി. അതിനുശേഷം സത്യമായിട്ട് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. നോബഡി. അപ്പോഴാണ് എനിക്ക് കിട്ടിയത് തങ്കം அப்படிന്നൊരു ഒരു പയ്യൻ ഫസ്റ്റ്. അപ്പോൾ അവൻ എന്നെ വന്ന് അമ്മേനെ വിളിച്ചു. ആൻഡ് അവൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ, ഇവരൊരു അങ്ങനെ ട്രാൻസ്ജെൻഡർ ആണ്. എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവനക്ക് ഫുൾ ഫ്രീഡം കൊടുത്തു. ലിവ് യുവർ ലൈഫ്, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രസ് ചെയ്തിപ്പോ അത് ഇതെന്ന് പറഞ്ഞപ്പോൾ വി ബിക്കേം വെരി ക്ലോസ്. അതിനുശേഷം കുറേ കമ്മ്യൂണിറ്റി പിള്ളേർ വന്ന് എന്നെ മീറ്റ് ചെയ്തു. എല്ലാവരും എന്നെ അമ്മയും തന്നെ വിളിക്കും. സോ ഐ അണ്ടർസ്റ്റുഡ് ദം. സത്യത്തിന് ഞാൻ അവർക്ക് ഒരു സർവീസും ചെയ്യണം അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് പോയി ഞാൻ ചെയ്യില്ല. ഞാൻ അവർക്ക് കൊടുത്തത് ലവ് മാത്രം. പക്ഷെ അവരെനിക്ക് കൊടുക്കുന്നത് ഡബിൾ ടൈം മൈ ലവ്. ഡബിൾ ടൈം വാട്ട് ഐ ആം ഗിവിംഗ് ദം, ദേ ആർ ഗിവിംഗ് മീ.
എന്നെ வந்து സത്യത്തിന് they call me അമ്മ but they are my അമ്മാസ്. ഇപ്പോ എന്റെ ബർത്ത്ഡേ തങ്കം സെലിബ്രേറ്റ് ചെയ്തു. അവന് വീഡിയോയിൽ പറയുന്നുണ്ട്, ഓക്കെ മമ്മി നിങ്ങളാണ് എപ്പോഴും ഞങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോ ഈ ബർത്ത്ഡേ അപ്പോൾ നിങ്ങള് മോള് ഞാനാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ്. സോ എനിബഡി ബി ഇറ്റ് എനിബഡി, നോബഡി ഈസ് ബോൺ പെർഫെക്റ്റ്. ഓക്കെ, പ്ലീസ് ട്രൈ ടു അഗൈൻ ആൻഡ് അഗൈൻ ടെലിംഗ് ദം, അവരെ കണ്ട് പേടിക്കാന്നൊന്നുമില്ല. യു ഗിവ് ദം ലവ്, ദേ വിൽ ലവ് യു ബാക്ക്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഷക്കീല 5 years from now ഷക്കീല എന്തായിരിക്കും എന്നാണ് ഷക്കീല വിചാരിക്കുന്നത്? 5 years from now എങ്ങനെയായിരിക്കും ഷക്കീല എന്നാണ് സ്വയം വിചാരിക്കുന്നത്? ഐ തിങ്ക് യു ഹാവ് ആക്ടഡ് ഇൻ മോർ ദൻ ക്ലോസർ ടു 150 ഫിലിംസ്. ഒരു 150ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ട് എന്താണ് ഷക്കീലയുടെ എസെറ്റ്സ്, എന്താണ് ഷക്കീല സമ്പാദിച്ചത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. Again, there are two questions. What are your assets? And where do you place yourself after 5 years from now? ആലോചിച്ചിട്ടുണ്ടോ? ഭാവിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? Alright. സത്യം പറഞ്ഞാലേ I don't have any assets. But after I die, നമുക്കൊരു ഇതൊരു 6 feet ഏതോ കൊടുക്കുമോ, അത് കൺഫേം. അത് എല്ലാവർക്കും കൺഫേം, അങ്ങനെ എനക്കും കൺഫേം. അതല്ലാതെ എനിക്ക് ബംഗ്ലാവും വീടും വേണ്ട. ഞാൻ ആർക്ക് വേണ്ടി ചേർത്ത് വെച്ചിട്ട് പോകണം? ഞാൻ പോയാൽ പിന്നെ അതിനു വേണ്ടി എല്ലാവരും ഫൈറ്റ് ചെയ്യും നമ്മുടെ കുടുംബത്തിലിருந்து. എനിക്ക് അവർക്കും ഫൈറ്റ് ഇല്ലാതെ എനിക്കും സ്ട്രെസ് ഇല്ലാതെ ഞാൻ ഹായ് ആയിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ് എനി അസറ്റ്സ്. എനിക്ക് ഇൻകം ടാക്സിനെ പേടിയില്ല, കാരണം എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഐ എം ഹാപ്പിലി സർവൈവിങ്. ഐ ഈറ്റ് ബിരിയാണി എവറി ഡേ. I do whatever I want every day. I hope you all know. You all know, right? Come on, yeah, you're not cheering up. They'll start talking. So they should not answer right now, or sit or laugh right now. They did laugh. What is this? Why are you scared? Put your mouth. Okay, so enike assets illa. After 5 years, I will be 52 years old, Shakila. I'm 47 tomorrow. Nala and a birthday. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന്റെ ഇന്ററാക്ഷൻ 5 മിനിറ്റ് മുമ്പേ തുടങ്ങണം, കാരണം പലതും ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. എനിത്തിങ് എൽസ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ ബിഫോർ വി പാസ് ഓൺ ദി മൈക്ക് ടു ദി ഓഡിയൻസ്? No, again I want to say thanks because he adendari highlights it in highlight mall എനിക്ക് വളരെ വിഷമം തോന്നി ആ സംഭവത്തിന് ശേഷം. ഇതേ കാലിക്കറ്റ് കോഴിക്കോട് ഇവിടെ തന്നെ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. സോ ലവ് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മൈ സൈഡ്. ഷക്കീല എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഷക്കീല എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് ഞങ്ങൾ ഓർക്കേണ്ടത്. നമ്മളുടെ കാലത്തിന് ശേഷവും ഷക്കീല എന്ന് പറഞ്ഞാൽ, should we remember you through your films or through your other activities? How do you want to be known as? My films, my boys will not forget. Others are my children. They will not forget what their fathers did. So I will be remembered as Shakila, as your mom, your lovers, your sisters, no sisters, mothers and lovers. I will be remembered like that. And as you ask me what I am, after I think this is my 30th
year, 31st year in the cinema industry. I've lived my life, Satyam Paranjal, only for my family till today. ദോ എൻ്റെ ഫാമിലിയിൽ എന്നെ എല്ലാവരും സതിച്ച് എന്നെ എല്ലാവരും വേണ്ടാന്ന് വെച്ചു. ഇപ്പം എല്ലാവർക്കും ഫാമിലി ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ ഐ ഹാവ് മൈ ഫാമിലി ഇൻ ദ സെൻസ് മൈ കമ്മ്യൂണിറ്റി പീപ്പിൾ. അവരെല്ലാവരും എന്നെ അമ്മാന്ന് വിളിക്കും, ഞാൻ അവരുടെ മോളേന്ന് വിളിക്കും. പിന്നെ അവർക്ക് കുഴந்தைകളുണ്ട്, അവരെന്നെ അമ്മമ്മ എന്ന് വിളിക്കും. അങ്ങനെ അവർ മാത്രം എന്നെ ഉണ്ട്. ഞാൻ അന്നും പറഞ്ഞതാ ഇന്നും പറഞ്ഞതാ, ഞാൻ ചെത്ത സിനിമ ഇൻഡസ്ട്രി വരണമെന്നില്ല. At least 1,500 transgender community people will come for my death, and I promise you that on this beach and stage right now. So, last but not the least, enne kurichu ende sondha vicharam vecha, I feel like I'm a candle. Yes, I lit myself and I, karanji vandu. I'm nothing today, but I gave light to only my family. Satyam Paranjal എല്ലാവരും പറയും ഇവർ പൈസ ഒക്കെ ഉണ്ടാക്കി ഇവർ ബോയ് ഫ്രണ്ട്സിന് കൊടുത്തു, ഞാനൊരു ഭയങ്കര സർവീസിലേക്ക് കൊടുത്തു, ഞാൻ അങ്ങനെ കൊടുത്തു, ഇവർ കൊടുത്തു. ഒന്നുമില്ലപ്പ, ഞാൻ ആർക്കും കൊടുത്തില്ല, എൻ്റെ ഫാമിലിക്ക് തന്നെ കൊടുത്തതാണ്. സോ ഞാൻ നിങ്ങൾ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. യെസ്, ഞാൻ ഇത്ര മണി ഡൊണേഷനും അതും ഇതും ഞാനൊന്നും ചെയ്തിട്ടില്ല. So I was a candle only to my family. So this is how I describe myself. Okay? So, over to the audience. Mic out and done. Hi ma'am. Hi. നീങ്ക യു ഡിഡ് സോ മെനി മൂവീസ്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സിനിമകൾ ചെയ്യുന്ന സമയത്തും യു ആർ സോ യങ്. അപ്പൊ ആ സമയത്ത് വീട്ടുകാരുണ്ട്, അമ്മ അങ്ങനെയൊക്കെയുള്ളവരുണ്ടല്ലോ. അപ്പൊ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പറയുമല്ലോ, இந்த ஒழுங்கு மரியாதை அப்படி, லைக் നീ പൊമ്പളയാണ ഇപ്പടി നടക്കണം, இந்த மாதிரி பண்ணக்கூடாது, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ പറയുന്നത്, பொம்பள இந்த மாதிரி நடிக்க கூடாது, இந்த மாதிரி நடக்க கூடாது, அந்த மாதிரி வார்த்தையெல்லாம் உங்க எப்படி பாக்குறீங்க? பொம்பளை இப்படி நடிக்கலன்னா வேற யாரு நடிப்பாங்க? അല്ല ഓക്കെ, ഞാൻ കേട്ടിരുന്നു. അപ്പൊ എന്റെ മറുപടി അങ്ങനെയായിരുന്നു, பொம்பளை இது நடிக்கலன்னா ஆணுங்களை இப்படி நடிக்க முடியுமா? அண்ட் நான் எப்பவுமே எனக்கு பின்னாடி பேசுறவங்களை பத்தி கவலைப்பட மாட்டேன், என் முன்னாடி பேசுற எவனுக்கும் தைரியம் வந்துருக்குது. அண்ட் இன்னொன்று, இவங்க பேசுறவங்க எல்லாம் എന്നോട് സ്വന്തം കുടുംബങ്ങൾ, എൻ്റെ ഫാമിലിയിൽ തന്നെ ഇങ്ങനൊക്കെ എന്നെ ചോദിച്ചവർക്ക് ഞാൻ ചോദിക്കും, നിങ്ങളിടുമോ എൻ്റെ ഫാമിലിക്ക് ഫുഡ്, നിങ്ങൾ കൊടുക്കുമോ? സോ ഐ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക്, ബിക്കോസ് എൻ്റെ ബ്ലഡ്, എൻ്റെ ബോണും എൻ്റെ ഫ്ലഷും എൻ്റെ അമ്മ ഡാഡി കൊടുത്തതാണ്. അവരുടെ വേണ്ടി ഞാൻ അത് ചെയ്തു. ആൻഡ് ഐ എം ഹാപ്പി. ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ ടോക്ക്. The question was, were you restricted? അതല്ല ചോദ്യം. Were you restricted? That's a question. ഇല്ല, yeah, that's what I said. Yes, I was. Then I asked him, are you going to feed my family? I was asked. And that time I started feeding my family. അവർക്ക് ഞാൻ കൊടുക്കൽ സ്റ്റാർട്ടായി. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി മുഖത്തിന് ഉണ്ടായ സന്തോഷം ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവരാണ് എനിക്കിതൊക്കെ ചോദിക്കുന്നത്. സോ ഐ ഡോണ്ട് കെയർ. You are not. Hello, I am KNR Kozhikode. oh hi. Yes, you are not going through our subject, I think. Moral life and immoral life. What you about that? What? Moral life and immoral life. That is our subject, no? You are not going through our. I don't still understand. Actually, she doesn't fit into that box. ആ ബോക്സിൽ അവർ പെടില്ല എന്നാണ് അവർ ഉത്തരം പറഞ്ഞത്. She asked what the hell, what is morality എന്നാണ് ചോദിച്ചത്. That was a statement. I think that was bold enough. അത്രയും പറഞ്ഞ പോരെ, അത്രയും ഉറക്കെ പറഞ്ഞ പോരെ. സദാചാരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതല്ലേ സ്റ്റേറ്റ്മെന്റ്.
പിന്നെ വീണ്ടും നിങ്ങൾ സദാചാരം is again asking about what is morality, difference between being immoral and what is morality എന്നാണ്. That was the topic. Yes, Veena? We are in the company of a person who's outside the box. ഈ അകത്ത് പെടുത്താൻ പറ്റാത്ത ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു സർ. Yes, darling. Hi, darling. Love you. Love you, baby. മലയാളത്തില് ഈ പെണ്ണുങ്ങളെ ചൊറിയുമ്പോഴേ തിരിച്ച് നല്ല മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഊക്കി വിടുക എന്ന് പറയും. അപ്പൊ അത് തമിഴിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ തമിഴ്നാട്ടിൽ ഇതാണ് കൊച്ചുനാള് പഠിച്ചേ. அதுனா இங்க நிறைய பேர் கொஸ்டின் கேட்கும்போது நீங்க வந்து கிழிச்சு காய போட்டுட்டு அங்கே வந்து கொஸ்டினுக்கும் அவ்வளவுதான். அது சூப்பரா இருந்துச்சு. அப்புறம் எனக்கு என்ன கேட்கணும்னா மலையாள ஒரு ஃபிலிம் இண்டஸ்ட்ரியில நீங்க விக்டிமா இருந்தேன்னு நான் நினைக்கிறேன். விக்டிமா இருப்போம் கண்டிப்பா. மேனிப்புலேட் பண்ணும்போது விக்டிமா இருப்போம். ட்ராமா கண்டிப்பா இருக்கும். அந்த அந்த ஒரு ஏஜ் டைம்ல ஒரு ஜேர்னியில ட்ராமா அஸ் அ உமன் உங்களோட ட்ராமா எப்படி ஃபேஸ் பண்ணேன், எப்படி ஹீல் பண்ணேன், அதுக்கப்புறம் ஒன்று கூட சொல்றதுக்கு இருக்கு. நான் ஷக்கீலாவை எப்படி டிஃபைன் பண்ணேன்னா அது வந்து அவ்வளோ பெரிய ஒரு நாடே வந்து எப்படியோ டிஃபைன் பண்ணி வச்சிருந்தோம். அதை வந்து ரியலைஸ் பண்ணி ஃபேஸ் பண்ணி ஹீல் பண்ணி இப்படி இங்க இருக்கிறாங்க. இதுதான் ஷக்கீலா. லவ் யூ. Love you. Yes. இந்த நான் பெருசா எதுவுமே ஃபேஸ் பண்ணல, எதுவுமே டீல் பண்ணல. என்ன அந்த ஷக்கீலா வச்சதும் நீங்க தான், இந்த ஷக்கீலாவை வைக்கிறதும் நீங்க தான். நான் எதுவுமே பண்ணல. ஓகே. அண்ட் how did I go to the trauma? நான் விக்டிமா இல்லை, எப்பவுமே இல்லை. பிகாஸ் ஐ வாஸ் ஆல்வேஸ் பாசி அண்ட் எனக்கு அந்த ஒரு ஸ்டார்டம் வந்தோடனே ஐ காட் a little bit of arrogancy in here. சத்தியம் இல்லை, நான் ரொம்ப ஹம்பிள். ஓகே, இல்லை ஐ ஹேட் arrogancy here. ஸோ அதனால I was very bossy. I was never a victim. But yes, I still had traumas. Well, those times I used to drink. That's it. I had to go out of the trauma by drinking liquor. And I stopped everything because then I realized adalla. This is something you have to change in yourself, your mind. And then now I understand. So I have a very powerful mind right now. Thanks for asking me this question. You might have had a struggling period. ഉണ്ടാവില്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ പിന്നെ സ്റ്റാർഡം വന്നു, പിന്നെ നമുക്ക് റെമ്യൂണറേഷൻ ചോദിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ വന്നു. That all happened gradually. So did you ever have that struggling period? എപ്പോഴെങ്കിലും അങ്ങനെ വിക്ടിമൈസ്ഡ് ആയിരുന്നോ? അങ്ങനെ ആയിരിക്കും. എപ്പോ I mean after cinema or before cinema? No, as you started off, straight away നമുക്ക് ബോസി ആവാൻ പറ്റില്ലല്ലോ. You might have had a struggling period. No. Not at all. Not at all. But I had a struggling period when after I left Malayalam industry, I was 4 years sitting at home. I was never given one single movie. You know the reason avarokke koduthadu? They said Shakilava movie la cast cheydal adu movie da color maari povum enna vecha adu blue color hai povum. That was very hurting. 4-5 years work illada undayirunnu. And appo thanne adinu munpu thanne enda sister, everybody knows, my elder sister took all my money and she gave it to somebody and she got cheated, all this blah blah story and all that. So ആ ടൈമിൽ എൻ്റെ മമ്മിക്ക് ഡയാലിസിസ് ചെയ്യാൻ ടൈം വന്ന്, ദാറ്റ് ടൈം ഐ ഡിഡ്ന്റ് ഹാവ് മണി, ഐ സ്ട്രഗിൾഡ് ആൻഡ് ഓൾ ദാറ്റ്, ബട്ട് somehow I managed. Never in the beginning stage? Never. See, beginning stage,
in the sense, we were very poor. Actually, Parete, my family didn't have money to pay my school fees. So, most of the time, I had to stand out of the class so that the children will go and tell Mama, Papa that you have not paid the school fees. So, they made me stand out. And I was very happy they made me stand out because I am not even an average, very, very, very low, poor in studies. If I be into the room, they will hit me. So I was happy standing outside. So that poor we were. So I understand what is poverty and all that. So that is why something has to be sacrificed. And I thought I will sacrifice myself for the family because I have seen enough poverty. Hello, ma'am. Shakila, ma'am. Hi. Hello, hi. My name is Rafiq. என் பேரு ரஃபீக். Rafiq, இந்த சிஸ்டர் எங்கே முடிச்சிட்டோ அங்கே நான் தொடங்குறேன். please தொடங்குங்க. நீங்க முதல்ல ஸ்டார்டிங்ல நீங்க சொன்ன மோராலிட்டி, சதாச்சாரம், அது என்ன, அதுக்கு என்ன மீனிங்? தமிழ்ல ஒழுக்கம், நீதி, நெறி அப்படி எல்லாம் சொல்லுவாங்க. ஆனா இப்படிப்பட்ட ஒரு பிரதிலோமகரമായ மலையாளத்தில் சொல்லுவோம் பிரதிலோமபரதா, அப்படிப்பட்ட ஒரு பேச்சு நம்ம லாங்குவேஜ்ல அவ்வளோ வேற கிடையாது. அந்த பேச்சு நீங்க கிழிச்சு போட்டுட்ட, அதுதான் உங்களுக்கு பிக் செல்யூட் கொடுக்குறேன். ஓகே, ஒரு சின்ன கேள்வி. அதாவது நீங்க பிலிம் இண்டஸ்ட்ரியில அந்த எக்ஸ்பீரியன்ஸ் டைமில் நீங்க நல்ல சூப்பர் இந்த டச் டைமில் இங்க பயணம் பண்ணும்போது ஏதாவது கொடுமையான ஏதாவது எக்ஸ்பீரியன்ஸ், இந்த இப்படிப்பட்ட படத்துல எல்லாம் நடிக்கிறாங்க அப்படி சொல்லிட்டு ஏதாவது கொடுமையான ஏதாவது எக்ஸ்பீரியன்ஸ் வாழ்க்கையில வந்திருக்காங்களா? இல்ல அதெல்லாம் ரொம்ப சந்தோஷமான எக்ஸ்பீரியன்சஸ் தான். ஏன்னா நான் கொச்சின்ல ட்ரிவாண்ட்ரம் ஏர்போர்ட்டுக்கு வந்தா போலீஸ் வரும் ப்ரோட்டோகாலுக்காக. ஸோ அதெல்லாம் வந்து ப்ரிவிலேஜாக தான் ஃபீல் பண்ணியிருக்கேன். அதான் சொன்னேனே, கண்டிப்பாக திட்டுவாங்க. when there is yes there is no, when there is God there is evil. So when you admire me there will be people who don't like me. ஸோ அதான் சொன்னேன், என் பின்னாடி பேசுறவங்கள பத்தி நான் கவலைப்பட மாட்டேன், என் முன்னாடி பேசுற எவனுக்கும் தைரியம் இருந்தது இல்லை. ஸோ தட்ஸ் மை வேர்ட் on it. Good afternoon, ma'am. Where are you? Here. Yeah, hi. Ma'am, I'm Abhijit. And Yeah, Abhijit. I completed my post-graduation. Okay. Happy to see you and meet you. I'm happy to see you too. Thank you. And coming, welcome to Calicut. Thank you, love you. My question is that have you ever thought of stopping your acting career as you acting in these many movies like this? And you thought you told us that how people saw you in that period. So have you ever thought of stopping your acting career, or have you got tired or something like that? And my next question is First of all, let me understand your question. First question, you just come here. okay, go. Hearing? Yeah. Have you thought of stopping your acting career as you feel like as your career is like no? Have your cinemas were how your people watch your cinemas and people thought about your industry, thought about you? Have you at any point of your journey have you thought of stopping your career? That's my first question. Have you thought of stopping your career? That is the one question you asked me. Yeah. What will I do if I stop acting? I don't know anything else. I don't know anything else. I can only act. That too in front of a camera. No other worries or other botherings? എന്താണ് നീ പറഞ്ഞത്? ഒന്ന് മലയാളത്തിൽ പറ, അല്ല അല്ലെങ്കിൽ തമിഴിൽ പറയാം, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മാമിന്റെ സിനിമകൾ ആൾക്കാർ കണ്ടിരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ 80s എങ്ങനെയാണ് ഇൻഡസ്ട്രി കണ്ടിരുന്നത് എന്നൊക്കെ മാം പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, എങ്ങനെയെങ്കിലും അതായത് ആ സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നു ഈ സിനിമ അഭിനയം നിർത്തണം എന്നെങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു? ഇല്ലാതാണല്ലോ പറഞ്ഞത്. ഓക്കെ, അതാണ് ചോദിച്ചത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ അവിടെ ഒരുപാട് ഇപ്പൊ എനിക്ക് രണ്ടാമത്തെ ചോദ്യമായില്ലേ? ഇല്ല, ഒരു ചോദ്യമായിട്ടുണ്ട്.
ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഗേൾസിന് ഒരുപാട് സിനിമയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് വേണ്ടത്? ഓ, ആക്ടിംഗ് ഇൻഡസ്ട്രിക്ക് വരാൻ വേണ്ടിയാ? അവരുടെ അഡ്വൈസ് കൊടുക്കാൻ എന്തായിരുന്നു? യെസ്, അഡ്വൈസ് എന്ന് പറയില്ല. സി, ഒരു 100% പാരൻസ് പെർമിഷൻ വേണം. ആൻഡ് നല്ല PR വെക്കണം. ആൻഡ് സി, கரெக்டான ரூட்டில் போயா இண்டஸ்ட்ரி மாதிரி, சினிமா இண்டஸ்ட்ரி மாதிரி பெஸ்ட் இண்டஸ்ட்ரி வேறு எங்கேயுமே கிடையாது. ஸோ நான் எப்போவுமே எனக்கு சோறு போட்ட இண்டஸ்ட்ரி, அதனால நான் தப்பு சொல்ல முடியாது. எனக்கு ஒரு தப்பும் நடக்கலை, ஆனால் நிறைய பேருக்கு நிறைய தப்பு நடந்திருக்கு. ஸோ பி கேர்ஃபுல், அவ்வளோதான் எனக்கு சொல்ல முடியும். ஐ வில் நெவர் சே கம், ப்ளீஸ் டோன்ட் கம் டு சினிமா இண்டஸ்ட்ரி. ப்ளீஸ் டூ கம் டு சினிமா இண்டஸ்ட்ரி. We need artists here. We need heroines. You Malayali girls are so beautiful. Malayalam boys are so handsome. We need actors and actresses. Don't worry, but be careful. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നമുക്ക് ആകെ 1 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റ് കഷ്ടി. மேம் ஹாய். Hi. மலையாளம் இண்டஸ்ட்ரி உங்ககிட்ட ஏதாவது தவறு பண்ணியிருக்கேன்னு அப்படி நீங்க நினைக்கிறீங்களா? இல்ல உங்களுக்கு வரக்கூடிய ரொம்ப நல்ல அழகான ரோல் கிடைக்கும் மலையாள ஃபிலிம் இண்டஸ்ட்ரி கிட்ட உங்களுக்கு ஏதாவது கோபம் இருக்குமா? இல்ல அப்படி ஏதாவது தவறு உங்ககிட்ட? சத்தியமா இல்ல. தேங்க்ஸ் ஃபார் ஆஸ்கிங் திஸ் क्वेश्चन. சத்தியமா இல்ல. எனக்கு ஷகீலா என்ற இந்த பேரை ஒரு பிராண்ட் ஆக்குனதே மலையாளம் இண்டஸ்ட்ரி, மலையாளிஸ், மலையாளி பீப்புள் தான். அதுக்கு என்றென்றைக்கும் நான் கடமைப்பட்டிருக்கேன். எனக்கு எந்த ஒரு கோபம் யார் மேலேயும் இல்லை. கிடைக்கும், நல்ல வாய்ப்பு இருந்தால், நல்ல டைம் இருந்தால், நல்லதொரு கேரக்டர் இதே கேரளத்தில், இதே மலையாளம் இண்டஸ்ட்ரியில் பண்ணி திருப்பி ஸ்க்ரீனில் உங்கள் எல்லாரையும் சிரிக்க வைக்கிற மாதிரியோ அழு வைக்கிற மாதிரியோ நான் இண்டஸ்ட்ரியில் வருவேன். எனக்கு கடவுள் மேலே எவ்வளோ நம்பிக்கை இருக்கோ அதே நம்பிக்கை மலையாளம் இண்டஸ்ட்ரி மேலேயும் இருக்குது, உங்கள் மலையாளிஸ் மேலேயும் இருக்குது. ஸோ என்னை எப்போவுமே எனக்கு ஆதரவு தான் கொடுத்துருக்கீங்க. இனிமேலும் மென்மேலும் ஆதரவு கொடுப்பீங்க. உங்களெல்லாம் ரொம்ப நம்பி கேட்டுக்கிறேன். தேங்க்யூ வெரி மச். Thank you so much, speakers, for a captivating session. നമ്മുടെ സമയം കഴിഞ്ഞു, കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു മാം. എല്ലാവർക്കും നന്ദി. Was that a question? ചോദ്യമായിരുന്നോ അത്? She's upset about something. It's all right. So that's it. Thank you.